തിരഞ്ഞെടുപ്പ് ഫലത്തെ സർക്കാർ വിരുദ്ധ വികാരമായി കാണാനാകില്ലെന്ന് സജി ചെറിയാൻ. LDF അതിശക്തമായി തന്നെ തിരിച്ചുവരുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. 2001 സമാനമായ പരാജയമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായത്. അതിനുശേഷം ശക്തമായി തിരിച്ചുവന്നു. സർക്കാരിനെതിരെ വികാരം ഇല്ല. അങ്ങനെയെങ്കിൽ ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ തോൽക്കുമായിരുന്നു. എല്ലാ വലതുപക്ഷവും ഇടതുപക്ഷത്തെ തോൽപ്പിക്കും എന്നാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ നിലപാട്. ജി സുധാകരന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയായിരുന്നു എന്നാണ് ജനം അദ്ദേഹത്തിന് നൽകിയ ഉന്നത വിജയം കാണിക്കുന്നത്. ആ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 2001 ഇതേപോലെയുള്ള ഒരു പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അത് കഴിഞ്ഞ് അതിശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ പരാജയം എന്നത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പരാജയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെന്റ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചെങ്ങന്നൂർ അടക്കം നമ്മൾ തോക്കേണ്ടതാണ്. കാരണം വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു നിലപാടാണെങ്കിൽ വലതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഞങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ടായ കുറവുകളും ന്യൂനതകളും മൊത്തത്തിലുണ്ടായ കുറവുകളും ന്യൂനതകളും പരിശോധിച്ച് നമുക്ക് എന്തെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് തിരുത്തി നമ്മൾ കൂടുതൽ സജീവമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പാർട്ടിയും മുന്നണിയും നടത്തിയ പ്രവർത്തനങ്ങൾ അത് വല്ലാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് വലതുപക്ഷം നടത്തുന്നത്. എല്ലാ വലതുപക്ഷവും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതാണ് പൊതുവായി സ്വീകരിച്ച നിലപാട്. അത് UDF മാത്രമല്ല, UDF അല്ലാത്ത വലതുപക്ഷം, അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ഒരു ഏകോപനം അല്ലെ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ ഒരു ഏകീകരണം അതിശക്തമായി കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മൾ കാണും. BJPയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കാൻ UDF പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അമ്പലപ്പുഴയിലെ വോട്ടിന്റെ കുറവ് വന്നാൽ, അമ്പലപ്പുഴയിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ BJP വോട്ട് കിട്ടുമോ, പക്ഷെ 6000 വോട്ട് കുറവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെങ്ങന്നൂരിൽ 5000 വോട്ട് BJPയുടെ കുറവ് വന്നിരിക്കും. ഒരു അലംഭാവം ഇടതുപക്ഷ മുന്നണി നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വസ്തുതയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു അലംഭാവം, ഒരു അമിത വിശ്വാസം ജയിക്കും. ആ അമിത വിശ്വാസം തിരിച്ചടിക്ക് ഒരു കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഭരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല ജി സുധാകരൻ കിട്ടിയത്, ഞാൻ പറഞ്ഞില്ല. ഞാൻ ജി സുധാകരന് BJP വോട്ട് പോയത് ഞാൻ പറഞ്ഞില്ലെന്ന്. ഞാൻ പറഞ്ഞത് അമ്പലപ്പുഴയിൽ 6000 വോട്ട് കുറഞ്ഞു, ഇവിടെ 5000 വോട്ട് കുറഞ്ഞു. അത് എങ്ങോട്ട് പോയെന്ന് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുപ്പിൽ നിസ്സംഗത ഉണ്ടായി. മണ്ഡലങ്ങളിൽ വോട്ട് ചോർന്നത് ഗുരുതര വീഴ്ചയായി കാണുന്നു. വരും ദിവസങ്ങളിൽ പാർട്ടി ഇത് പരിശോധിക്കും. BJP വോട്ടുകൾ UDFന് പോയിട്ടുണ്ട്. ജി സുധാകരന് BJP വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു.